മച്ച് അവൈറ്റഡ് മൊമെന്റ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ പ്രിയപ്പെട്ട താരം ഇതാ നമ്മുടെ കൂടെ. ഞാനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല. കള്ളക്കഥകൾ പറയാറില്ല, പക്ഷെ കഥയിൽ ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു പൊടിയിടും. ശ്രീനിവാസന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ ചെറ്റ വളർത്താനും പറയുന്നത് എടീക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ പതുക്കെ ഞാൻ ഈ കോളറിന് ഇങ്ങനെ പിടിച്ചു. അജ്മലുമായിട്ട് മുട്ടാന്ന് പറഞ്ഞാണ് വന്നത്. അപ്പൊ അജ്മൽ എന്നോട് പറഞ്ഞു എന്നോടൊന്നും ചോദിക്കുന്നില്ല, ഞാനൊന്നും ചോദിക്കില്ല എന്ന്. ഓടി വന്നിട്ട് അമ്മ എന്താ മോനെ പ്രശ്നം എന്നോട് ചോദിക്കുക. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോ അമ്മനെ ഇഞ്ഞിന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത് വരും. ഞാൻ ഈ കോളേജെല്ലാം വിട്ട് പഠിത്തമൊന്നും ഇല്ലാത്ത സമയത്തെല്ലാം ഇവരെല്ലാം കൂട്ടിരുന്നിട്ട് ഹോമമായിരുന്നു, കുടുംബക്കാർ മൊത്തം. ഞാൻ നന്നാവാൻ വേണ്ടിട്ട് മൈക്ക് തന്നല്ലോ, എന്തായാലും ഞാനൊരു ചോദ്യം ചോദിക്കാം. അപ്പോ ഈ നിർത്തിക്കൂടെ നിന്റെ ഇളപ്പിളക്കൽ എന്നാണോ? അമ്മ പറഞ്ഞു ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്ന് എന്നോടും പറഞ്ഞു. ഒരിക്കലും അത് സത്യമല്ല എന്നുള്ളത്. അല്ല, ഞാൻ അത് ചോദിക്കണം എന്നുള്ളത് ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തെന്നാണ് ഞാൻ ചോദിക്കണം. സത്യം പറഞ്ഞാല് അതങ്ങനെ കൂടെ ആയിപ്പോയി. മീൻകാരെന്നല്ല, ഏത് വേഷം കിട്ടിയാലും ഞാൻ പൊളിക്കും. മീൻകാരെന്താ മോശ? എന്റെ സിനിമ കണ്ടില്ലെങ്കിലും നിങ്ങളെല്ലാം എന്റെ ഇന്റർവ്യൂ കാണണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കാശ് ഉണ്ടാക്കാൻ തന്നെയാണ്. അങ്ങനെ പ്ലേറ്റ് മറിച്ചല്ലേ? ഇതൊരു സംവാദമോ ഇതോ ഒന്നുമല്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങോട്ട് പറയുന്നത് ഒരിക്കലുമല്ല. എനിക്കൊന്ന് ദുബായിൽ ഞാൻ അജ്മലിന്റെ ആണ് ഏറ്റവും കൂടുതൽ. എനിക്ക് ബാക്കിയുള്ള ആൾക്കാരൊന്നും എനിക്ക് വലിയ പിടിയില്ല, എന്നെ തീരെ പിടിയില്ല. പുറത്ത് തല്ലി അങ്ങനല്ല. എന്താണ് അനങ്ങായിരിക്കുന്നത്?